അതുകൊണ്ട് സഹോദര, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് കളിയാക്കാനുള്ള ദിക്റല്ല, അത് തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്നാണ് പൊന്നുമോനെ പറയേണ്ടത്. പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ എപ്പോഴും ഇത് പറയടേ. ലോകത്തിന്റെ നേതാവ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞത് സുബ്ഹാനല്ലാഹല്ല, അൽഹംദുലില്ലാഹല്ല, അല്ലാഹു അക്ബർ അല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ ദിവസവും 100 പ്രാവശ്യം പ്രവാചകൻ അവിടെന്ന് പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഇസ്തിഗ്ഫാറ, ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ദിക്റാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയാറുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറ സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാറ്. സഹാബികൾ അതാ അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ എന്തിനാ 70 എന്ന് പറഞ്ഞത്? 70 എന്ന് എണ്ണം പറയാറുള്ള കാരണം എന്താ? ചെറുപ്പക്കാരാ പറയാ മടിക്കുന്നു. എടാ ഇന്ന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാതെ ഉറങ്ങുന്നു. ഇന്നത്തെ ദിവസം മുതൽ ഇവിടെ നിന്ന് തൗബ ചെയ്തിട്ട് പിരിയുകയാണ്. അല്ലാഹുവേ 2019 അല്ലാഹുവേ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ 70 പ്രാവശ്യം പറഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ ഇന്നത്തെ ദിവസം നീ ചെയ്ത 700 പാവങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 700 പാവം അല്ലാഹു പുറത്തു തരികയാ. എന്താടാ വേണ്ടത്? നിനക്ക് എന്തേ വേണ്ടത്? ഇന്ന് ചെയ്ത 700 പാവങ്ങൾ അല്ലാഹു പുറത്തു തരണമെങ്കിൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞാ പുറത്തു തരുമെങ്കിൽ അത്രയെങ്കിലും നിനക്കൊന്ന് കുറച്ചുകൂടെ, അത്രയെങ്കിലും നിനക്കൊന്ന് കുറച്ചുകൂടെ. അല്ലാഹുവേ ഇന്ന് മുതൽ ഇസ്തിഗ്ഫാർ പറയാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ന് മുതൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയും. ഇന്നത്തെ രാത്രി പറഞ്ഞിട്ടേ ഉറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. തീരുമാനിക്കുന്നവർ കൈവക്ക്. ഇന്നത്തെ കാര്യം ഞാൻ ചോദിക്കും, നാളെ മുതൽ നിന്റെ ഇഷ്ടം. കൈവക്ക്. എന്തേ പ്രതിഫലം? പ്രതിഫലം കേട്ടോ. കൈ പൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. കൈ പൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. പൊക്കാത്തവൻ കരഞ്ഞു. പൊക്കാത്തവൻ കരയുന്നത് കേട്ടോ. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന് ചെയ്ത 700 പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞ ഇന്ന് ചെയ്തത് മുഴുവനും പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. 2, കൈവക്കാ മനസ്സില്ലാത്തവര് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ പടച്ച റബ്ബ് സ്വർഗ്ഗം തരുമടോ. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരും. അത് പറയാ മനസ്സില്ലാത്തവര് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവര് മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരൂലോ. താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലോ. കുറച്ചവരെ താങ്ങാൻ കഴിയാത്ത വേദനയുണ്ടോ? കുറച്ചവരെ എന്റെ പ്രിയ സുഹൃത്ത് തസ്ലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ അവന്റെ പ്രിയപ്പെട്ട പിതാവ് മണ്ണറയിലാണ്. ആ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. കുറച്ചവരെ പൊന്നുമോനെ പോലെ സ്നേഹിക്കുന്ന ഉമ്മയാണ്. നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഇന്ന് വേദന കയറുമ്പോഴും പറഞ്ഞു, ഉസ്താദേ ഇന്നലെ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാൻ പോയ കഥയാ. ആ ചെറുപ്പക്കാരൻ
അവിടെ നിന്ന് പറയുന്നു ഉസ്താദ്, അതാ 21 വയസ്സുള്ള കാണാനടകുള്ള സുന്ദരിയായ പെണ്ണ് തന്നെ വിവാഹം കഴിച്ച ചെറുപ്പക്കാരന് ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗം പിടിച്ചിട്ട് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥ കാണുകയാണ്. മോളോട് എല്ലാവരും പറഞ്ഞു നിക്കാഹല്ലേ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് ഈ ക്യാൻസർ പിടിച്ചു കിടക്കുന്നവൻ എപ്പോഴാണ് മരിക്കുന്നത്, അതുകൊണ്ട് കളഞ്ഞിട്ട് വരാൻ പറയുമ്പോ അല്ലാഹുവേ എനിക്ക് മരിക്കുന്നത് വരെ ഇതാണ് എന്റെ ഭർത്താവ്, ഞാൻ ഈ മനുഷ്യന്റെ മൂത്രം വാരാന് കാഷ്ടം വാരാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് സുന്ദരിയായ ഭർത്താവിന്റെ കഴുത്തെടുത്തിട്ട് ഓടുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് പ്രായം ചെന്ന മക്കളെ കെട്ടിച്ച ഉമ്മമാര് വരും അതാ വികാരം തീർക്കുന്നതിന് വേണ്ടി കാമം മൂക്കുമ്പോ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് ഭർത്താവിന്റെ മുഖത്ത് ആസറ്റൊഴിച്ചു കൊല്ലുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് അല്ലാഹുവേ ഇതുപോലെ ഒരു പെണ്ണുണ്ടല്ലോ. ഖദീജ ബീവിയുടെ ചരിത്രം പറയുമ്പോ, ആയിഷ ബീവിയുടെ ചരിത്രം നിങ്ങൾ പറയുമ്പോ, ഇന്നലെ ജീവിച്ചിരുന്ന ഒരു ഖദീജയെ കണ്ടെന്ന് പറയുമ്പോ പഠിച്ചവനെ മാരക രോഗം പിടിച്ചവന്നോ ആർക്കാ സഹിക്കാൻ കഴിയാ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമല്ലോ, കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസർ പിടിക്കുന്ന കാലമല്ലോ. ഏത് വാപ്പയ്ക്കാ താങ്ങാൻ കഴിയാ, ഏത് ഉമ്മയ്ക്കാ താങ്ങാൻ കഴിയാ. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് നീ ശിവ കൊടുക്കണേ തമ്പുരാന്, കരുണ കാണിക്കണേ തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു തന്ന നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 പറഞ്ഞാ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാൻ നിന്നെ കൊണ്ട് കഴിയുമോ വാപ്പാ? നിന്റെ പൊന്നാര മക്കളുടെ ജനാസ കാണാൻ നിന്നെ കൊണ്ട് കഴിയുമോ പെങ്ങള്? പടച്ചവനെ ഇന്നലെ ഞാനൊരു മരിച്ച വീട്ടിലേക്ക് കിടന്നു ചെന്നു. ഈ കാസർഗോഡ് ജില്ലയില് അല്ലാഹുവേ ഒരു പൊന്നുമോ വാസിത്തെന്ന് പറയുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വാസിത്തെന്ന് പറയുന്ന ഒരു മുതഅല്ലിമായ പൊന്നുമോ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിച്ചവരാ, കഴിഞ്ഞ വർഷം റമളാനിൽ ഖുർആൻ ഓതിയവനാ. അവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാവർക്കും അവനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ സഹോദരന്റെ കണ്ണ് നിറയുകയാ. പടച്ചവനെ ഞാൻ സംസാരിക്കുമ്പോ ഇന്നലെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അതാ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ സഹോദരൻ പോലും കരയുകയാ. അത്രയ്ക്ക് നല്ല ചെറുപ്പക്കാരനാ. മോനെ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പോയതാ, മരിച്ച വീട്ടിലേക്ക് ഖുർആൻ ഓതാൻ പോയതാ. ബൈക്കെടുത്ത് കൊണ്ട് പോകുമ്പോ അതാ പടച്ച റബ്ബിന്റെ തീരുമാനം കടന്നു വന്നു. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം സാബിത്ത് എന്ന് പറയുന്ന പൊന്നുമോന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ ബൈക്കതാ പാഞ്ഞു പതാ ബസിന്റെ അരികിലേക്ക് കയറി. റബ്ബേ പൊന്നുമോൻ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് യാത്രയാകുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും കൂടെ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ ആ പൊന്നുമോന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. തന്റെ പൊന്നാര മകന്റെ ജനാസ ഖബറടക്കിയിട്ട് നമസ്കാരം കഴിഞ്ഞ് വാപ്പ വീട്ടിലേക്ക് വരുന്ന രംഗവാ. കാണേണ്ട താമസം ചാലത്ത് വന്നിരുന്നിട്ട് എന്ത് പറയണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. തന്റെ പൊന്നാര മകന്റെ മരണം കബറടക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ആ പിതാവ് കരഞ്ഞ കരച്ചിലുണ്ടല്ലോ. അല്ലാഹുവേ അവിടുന്ന് ചാരത്തിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന ഒരു കരച്ചല് തന്റെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് കരയുകയാ. എങ്ങനെയാ താങ്ങാൻ കഴിയാ? അവസാനം ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. 21 വർഷം ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ആ കരഞ്ഞ വാപ്പയുടെ മുഖത്തൊരു ചിരി ഞാൻ കണ്ടു. തന്റെ പൊന്നാര മകന്റെ ജനാസ അടക്കിയിട്ട് വീട്ടിലേക്ക് കടന്നു വന്ന പിതാവിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കണ്ടു. കരഞ്ഞ വാപ്പയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്?
21 കൊല്ലം ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ? നിങ്ങളൊരു ഷഹീദിന്റെ വാപ്പയല്ലേ? നിങ്ങളൊരു ഷഹീദിന്റെ വാപ്പയല്ലേ? അവന്റെ മുഖം കണ്ടോ വാപ്പാ? വാസിക്കുന്ന പൊന്നുമോന്റെ മരിച്ചു കിടക്കുന്ന സമയത്ത് അവന്റെ മുഖത്തെ ചിരി കണ്ടോ? നിങ്ങൾക്കും അങ്ങനെ മരിക്കണ്ടേ? നിങ്ങൾക്കും അങ്ങനെ മരിക്കണ്ടേ? നിങ്ങൾ അവന്റെ വാപ്പയാകുന്നത് അവൻ മരിച്ചതുപോലെ ചിരിക്കുന്ന മുഖത്തോടെ പോകാൻ പരിശ്രമിക്കും വാപ്പാ എന്ന് പറയുമ്പോ ആ പിതാവിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ. പടച്ചവരേ, അതാ അവന്റെ ഇളയ സഹോദരൻ അവനും കരഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുകയാ. ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ ഞാനും ഹാഫിള. അവന്റെ പൊന്നനിയം മുന്നിൽ നിന്ന് കരയുകയാ. അവനും നിന്ന് കരയുമ്പോ ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞു, ഹാഫിള എന്തിനാടാ കരയുന്നത്? 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവകാശമുള്ളവരല്ലേ? അവരുടെ അകത്ത് ചോദ്യമില്ലല്ലോ. മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിച്ചില്ലേ? അപകടത്തിൽ മരിച്ചവനാണെങ്കിലും മുഖത്ത് പ്രകാശമുണ്ടായിരുന്നില്ലേ? മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നില്ലേ? മണ്ണ് തിന്നാതെ കബറിന്റെ അകത്ത് കിടക്കുന്നവനല്ലേ? എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴും അത് പറയുമ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദനയാ. അല്ലാഹുവേ, ആർക്കാ താങ്ങാൻ കഴിയാ? ഈ വാഴ പറയുന്ന എനിക്കങ്ങനെ സംഭവിച്ചാ പറ്റുമോ? എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? മോനെ അസ്തഗ്ഫിറുല്ലാ പറയടാ. നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ചാവക്കാടിന്റെ പരിസരത്ത് വഅദിന് പോയപ്പോ ഒരു പ്രിയപ്പെട്ട മാതാവിനെ കാണുകയോ. അല്ലാഹു ആ പെണ്ണിന് കൊടുത്ത പരീക്ഷണം എന്തെന്നറിയോ? എന്റെ പുത്തൂരുള്ള പെങ്ങള് ഡിസംബർ 31 ഒരുമിച്ച് കൂടിയ ഉമ്മമാര് ഒരു ഉമ്മാനെ കണ്ടു മോള്. അതാ നാളെ രാവിലെ ഗൾഫിൽ നിന്ന് വരുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് കാത്തു നിന്ന ഭർത്താവ് രാത്രി കിടന്നതാ മയ്യത്താ കൊണ്ടുവന്നത്. പടച്ചവനെ, ഈ കഴിഞ്ഞ നബിദിനത്തിന് അതാ തന്റെ പൊന്നാര മകന്റെ ബൈക്കിന്റെ പുറകിലിരുന്നിട്ട് പോകുമ്പോ ഉമ്മാനെ പുറകിലിരുത്തിയിട്ട് ബൈക്ക് ഓടിപ്പിക്കുന്ന ചെറിയ പൊന്നുമോ അവന്റെ തലയുടെ മുകളിലേക്ക് തെങ്ങം വന്ന് വീഴുകയാ. ബൈക്ക് ഓടിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നുമോന്റെ തലയുടെ മുകളിലേക്ക് തെങ്ങ് വന്ന് വീഴുമ്പോ അല്ലാഹുവേ, തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് തന്റെ പൊന്നാര മകനെ പിടഞ്ഞു മരിക്കുകയാ. അമ്മ പറഞ്ഞു, ഉസ്താദേ വിഷമമില്ല, എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ടാ അവനെ കൊണ്ടുപോയത്. എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ? എന്റെ മുഖത്ത് എന്തൊരു പുഞ്ചിരിയായിരുന്നെന്നറിയുവോ? നിങ്ങളെ നിന്നെ കൊണ്ട് ഇങ്ങനെ ഒരു താങ്ങാൻ കഴിയുമോ? അല്ലാഹു ഒരു പരീക്ഷണം തന്നാ താങ്ങാൻ കഴിയോ? അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തുന്നോ, ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുന്നോ ഞങ്ങളുടെ പൊന്നാര മക്കളുടെ ജനാസ കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്നുറങ്ങിയോ, ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കളിച്ചോ, ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരിയിടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയോ. ആർക്ക് വേണ്ടിയെന്നറിയോ? ഈ നാട്ടിലെ പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടിയോ? ആരും സഹായിക്കാനില്ലാത്ത സൈതനമെന്ന് പറയുന്ന അനാചാരത്തിന്റെ പിടിയിൽപ്പെട്ടിട്ട് 30 കൊല്ലമായി 40 കൊല്ലമായി പടച്ചവനെ 10-35 വയസ്സായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഗതിയില്ലാതെ വീടിന്റെ കത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടിയോ? മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമോ? മനസ്സറിഞ്ഞിട്ട് കൊടുക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് നല്ല ലക്ഷ്യങ്ങളാണ് ഇവരുടെ പിന്നിലുള്ളത്. അതാ പടച്ചവരെ, വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പള്ളിയല്ലേ, ആ പള്ളിയുടെ മുന്നിലല്ലേ ഇരിക്കുന്നത്. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഓസിനാരും കൊടുക്കണ്ട, ഓടേണ്ടവൻ എഴുന്നേറ്റ് ഓടടാ, കൈകെട്ടിയിരിക്കേണ്ടവൻ ഇരുന്നോ, ഉറക്കം നടിക്കുന്നവൻ ഉറക്കം നടിച്ചോ. അല്ലാഹു പറഞ്ഞ പ്രതിഫലം സദഖത്തുറത്തുൽ ബലാ.
വിപത്തുകളെ തട്ടി മാറ്റാൻ ഈ സദക്കയ്ക്ക് കഴിയുന്നോരേ. നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗമുണ്ടെങ്കിൽ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാ മാറുവോ മനുഷ്യ? മോനെ, ആ രോഗത്തിന് മരുന്ന്, ആ രോഗത്തിനെ മാറ്റാറുള്ള മരുന്നോ, ആ രോഗത്തിനെ മാറ്റാറുള്ള മരുന്നോ. നിന്റെ കിഡ്നി തകർന്നു പോയോ? ലക്ഷ്യങ്ങൾ വേണ്ടേ സഹോദര? തസ്ലീം എന്ന് പറയുന്ന സഹോദരന്റെ കൂടെ പുറത്ത് റബ്ബേ ഓടിച്ചാടി നടന്ന ചെറുപ്പക്കാരനാ. റബ്ബേ, ഇന്ന് കിഡ്നി തകർന്നിട്ട് കിടക്കുകയാണ്. പടച്ചവനെ ശിവ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലോ. പടച്ചവനെ തകർന്നു പോയാൽ എങ്ങനാ സഹോദര? ഒരു തുള്ളി മൂത്രം വരില്ലല്ലോ, നിനക്ക് സമാധാനത്തോടെ കിടക്കാൻ കഴിയില്ലല്ലോ. എന്റെ വീട്ടിലും കിടപ്പുണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ്. 4 കൊല്ലമായിട്ട് പടച്ചവനെ ഒരു ദിവസം അല്ലാഹുവേ ഒരാഴ്ചയിൽ 3 ഡയാലിസ 5 മണിക്കൂർ പടച്ചവരെ അകത്തേക്ക് കയറ്റിയാ റബ്ബേ തിരിച്ചിറങ്ങുന്നത് വരെ സമാധാനമില്ല. കാരണം പലരുടെയും ജനാസയാണ് കൊണ്ടിറങ്ങുന്നത്. റബ്ബേ, ആ പിതാവിന് ശിവ കൊടുക്കണേ അല്ലാ. കാണാൻ പോകുന്നവരോട് മുഴുവനും പറയും, 4 കൊല്ലമായി തന്റെ കൂടെ ഡയാലിസിസ് നടത്തിയ പലരും ഇന്ന് 6 അടി മണ്ണിന്റെ കത്താ. പക്ഷേ ആ മനുഷ്യനോട് ചോദിച്ചാ പറയും, എന്റെ മരുമോന് സദസ്സിൽ ദുആ ചെയ്യുന്നതിന്റെ മഹത്വമാ. സദസ്സിലെ ദുആഇന്റെ വില കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോ, അവിടുത്തെ സദക്കയുടെ പ്രതിഫലമാണെന്ന് പറയുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തോ വെറുതെയല്ല. നിന്റെ കുടുംബം വെച്ച് ചികിത്സിക്കേണ്ട രോഗം പാപ്പാ ഇതിനകത്ത് മാറിയേക്കാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ തട്ടി മാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അല്ലാഹു താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഞാൻ പോയി അബ്ദുൽ ബാസിത്ത് എന്ന് പറയുന്ന പൊന്നുമോൻ, അവൻ 6 അടി മണ്ണിന്റെ കത്ത. അല്ലാഹു അവന്റെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. കൂടെ സഞ്ചരിച്ച ചെറുപ്പക്കാരൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലില്ല. അല്ലാഹു ആ പൊന്നുമോന് ശിഫ കൊടുക്കുമാറാകട്ടെ, ശിഫ കൊടുക്കുമാറാകട്ടെ. മരിച്ച വീട്ടിൽ മയ്യത്ത് ഓതാൻ പോയതാ, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പോയതാ. അവന്റെ പോതന്റെ അവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 70 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ 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 മടുത്ത 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 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3ാമത്തെ പ്രതിഫലം കൂടെ കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ കൈപൊക്കാത്തവൻ, ഈ കൈപൊക്കിയവൻ അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം കേട്ടിട്ട് തീരുമാനിക്കൂ വേണോ വേണ്ടയോ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് ഓടേണ്ടവൻ ഇറങ്ങി ഓടട്ടെ. പെട്ടെന്ന് പറ, സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഫാറൂഖ്, ഏത് ഫാറൂഖ്? ഉംറയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ HM ടിംബർ ദേർലക്കട്ടിലുള്ള ചങ്ങാതിയ, ഉസ്താദിന്റെ ഉംറയുടെ പൈസ ഞാൻ കൊടുത്തേക്കാന്ന് ആ സഹോദരൻ നിയത്ത് ചെയ്തു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് ഉംറയ്ക്ക് പോകാനുള്ള പൈസ എന്താ ഒരു മടി, ആര് തന്നാലും സ്വീകരിക്കണം, അതെന്റെ മാന്യത. ഇവിടുത്തെ മുമ്പത്തെ പ്രസിഡന്റിന്റെ പെങ്ങടെ മോനാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ആ മനുഷ്യന്റെ സദഖ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ പൈസ എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടോ? ആളുണ്ടോ? അയാളെ കാക്കാരപ്പ ചങ്ങ സുഖല്ലേ? ആ പുഞ്ചിരി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്തായാലും തസ്ലീം ഒരു 10-60,000 രൂപത്തിൽ ഒരു ഉംറയ്ക്ക് പോവാ. സലീമിച്ച എന്തേപ്പടം കണ്ടുണ്ടോ? സലീമിച്ച അടുത്ത് 100 രൂപ കേട്ടോ. ഇൻഷാ അല്ലാഹ്
അതിനൊരു പരിഹാരമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നിട്ട് നോക്ക്, അപ്പൊ ഓടുന്നില്ല അല്ലേ? നിർത്താറായി 11:30. ഇൻഷാ അല്ലാഹ് എന്തേ പ്രതിഫലം കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് ഇന്ന് മുതൽ പറയോ? ഒന്ന് കൈ പൊക്കിക്ക്. പ്രതിഫലം കേട്ട് ഇനി ചോദിക്കൂല ഞാൻ. അൽഹംദുലില്ലാഹ് കൊള്ളാം കേട്ടാ. രക്ഷയുണ്ട്. ഇന്നത്തെ പ്രസംഗം കൊണ്ട് പ്രയോജനമുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ നിർത്തിയേക്കാം. ആരും പോണ്ട. പോകുന്നവരൊക്കെ പോട്ടുപ്പാ. എനിക്കിപ്പോ അത്യാവശ്യമൊന്നുമില്ല. പോകുന്നവരൊക്കെ പോട്ടെ. അള്ളാഹു നമുക്ക് മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങൾ പോയി മേടിച്ചോ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ? ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറ്. അതുകൊണ്ട് അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. റസൂലുള്ളാഹ് പറയുകയാ 70 അസ്തഗ്ഫിറുല്ലാഹയുടെ പ്രതിഫലം 1. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 700 പാപങ്ങൾ പൊറുക്കും. 2 താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരൂല. 3 അല്ലാഹു നിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ, ജീവിതത്തിൽ അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടപ്പുറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. എന്നാൽ ഇവരാരും പ്രയോജനം ചെയ്യാത്ത ചില സമയങ്ങളുണ്ട്. ഇവരെ കൊണ്ട് ഉപയോഗമില്ലാത്ത സമയങ്ങളുണ്ട്. ഒറ്റയ്ക്ക് വീടിന്റെ അകത്തിരുന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന ചില സമയങ്ങളുണ്ട്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിൽ തന്നിട്ട് പള്ളിക്കുടിയിലേക്ക് പോയാ എങ്ങനെയാ ചെറുപ്പക്കാരാ? എടാ, നിന്റെ മക്കളെ മുഴുവനും നിന്റെ കയ്യിലേപ്പിച്ചിട്ട് നിന്റെ ഭാര്യ നിന്നെക്കാളും മുമ്പങ്ങ് പോയാ ഈ മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് വീടിന്റെ കത്തിരിക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കൂ. പെങ്ങള്, എല്ലാരും നിനക്കുണ്ട്, ഭർത്താവിന്റെ കുടുംബക്കാരുണ്ട്. പക്ഷേ ആ ഭർത്താവ് പെട്ടെന്ന് പോയാ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രംഗവാ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന രംഗവാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ. പടച്ചവനെ, ഭാര്യയും ഭർത്താവും ഒറ്റപ്പെട്ടു പോകുന്ന രംഗമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇസ്തിഗ്ഫാറിന്റെ 3ാമത്തെ പ്രതിഫലമാ പറഞ്ഞത്. 4 ഈ സദസ്സിലിരുന്ന് കൈവക്കിയ മനുഷ്യ മരിക്കുന്ന കാലത്തോളം ഈ ലോകത്ത് ഒരു പള്ളിയുടെ മുന്നിലും ഒരു പണക്കാരന്റെ വീടിന്റെ മുന്നിലും ഒരു സംഘടനയുടെ മുന്നിൽ പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, ഭക്ഷണം കഴിക്കാ പൈസയില്ല, ഓപ്പറേഷൻ ചെയ്യാ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു നിനക്ക് യാചിക്കേണ്ട അവസ്ഥ അല്ലാഹ് തരില്ലടാ പൊന്നുമോര്. അല്ലാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം, നിന്റെ അന്നം അല്ലാഹു മുട്ടിക്കൂല, നിന്റെ കുടുംബത്തെ അല്ലാഹു പട്ടിണിക്കിടൂല. അല്ലാഹു നിനക്ക് റിസ്കിൽ വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, 5ാമത്തെ പ്രതിഫലം കേട്ടോ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട്. അതാ മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച്, അതാ സർവ്വ മലക്കുകളും റൂഹ് പിടിച്ച് കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിച്ച് കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ അവസാനമായിട്ട് നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ റബ്ബേ ദഖലൽ ജന്ന, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ.
അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇന്നത്തെ രാത്രി ഈ സദസ്സിലിരുന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ 10 പ്രാവശ്യം നമ്മൾ 10 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ ഇരിക്കുന്നവർ എത്ര പ്രാവശ്യമാണ്? ആയിരക്കണക്കിന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദുആ ചെയ്യുകയാ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും നിനക്ക് പറഞ്ഞു തരണ്ട, ഒരാളും വേണ്ടടോ, ഒരാളും വേണ്ടടോ. നിന്റെ ചെവിയുടെ ഭാഗത്തിരുന്നിട്ട് വാപ്പ പറഞ്ഞു തരണ്ട, ഉമ്മ പറഞ്ഞു തരണ്ട, മക്കള് പറഞ്ഞു തരണ്ട, കൂട്ടപ്പിറപ്പ് പറഞ്ഞു തരണ്ട, കൂട്ടുകാര് പറഞ്ഞു തരണ്ട, കുടുംബക്കാര് പറഞ്ഞു തരണ്ട. മോനെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ നാവ് കൊണ്ട് നിനക്ക് പറയാ കഴിയുമടോ? എവിടെ നോക്കിയിട്ടെന്നറിയുമോ? എവിടെ നോക്കിയിട്ടെന്നറിയുമോ? ഇന്ന മലക്കുൽ മൗതി മക്തൂബൻ അലാ ജബഹതിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇദാ റആഹൽ മുഅ്മിനു തദക്കറു ശഹാദ. ഇതിനെക്കാളും ഒരു പ്രതിഫലം പറയാറ്, ഇതിനെക്കാളും ഒരു പ്രതിഫലം പറയാനില്ല പൊന്നുമോനെ. അല്ലാഹു തന്ന നാവ് കൊണ്ട് ഏതൊക്കെയോ വൃത്തികേടുകൾ പറയുന്ന നാവ് കൊണ്ട്, പടച്ചവരെ മോശമായ കാര്യങ്ങൾ പറയുന്ന ഈ നാവ് കൊണ്ട്, ഇസ്ലാമിനെ നാണം കെടുത്തുന്ന യുവത്വത്തിന്റെ നടുവില് ശവപ്പെട്ടിക്കകത്തുറപ്പ് കല്യാണം കഴിഞ്ഞു വരുന്ന ചെറുപ്പക്കാരന് അതാ ശവപ്പെട്ടിക്കകത്ത് വീട്ടിലേക്ക് കയറി വരുന്ന കാലമല്ലേ. ആരാമോനെ, ആരാമോനെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണോ? വിവാഹം കഴിഞ്ഞ് ശവപ്പെട്ടിക്കകത്ത് കയറി വരുന്ന അത്രയ്ക്കും ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരുടെ കാലമോ? സ്വന്തം മാതാവിന് വീടിന്റെ മുന്നിൽ കുടിയെടുത്തിടുന്ന മക്കളുടെ കാലം. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് തന്റെ വീടിന്റെ മുന്നില് 6 അടി മണ്ണിന്റെ കബറും കുടിച്ചിട്ട് ഈസാങ്കല്ലും മേടിച്ചു വെക്കുന്ന മക്കളുടെ കാലമോ? അല്ലാഹുവേ, ഈ സമുദായത്തിന് നീ ഈമാൻ കൊടുക്കണേ അല്ലാഹ്. ചെറുപ്പക്കാരാ, വല്ലാത്ത പതനത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ മനുഷ്യന് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കുന്ന കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത്. മനുഷ്യന്റെ സ്വന്തം നിലനിൽപ്പുകൾക്ക് വേണ്ടി, അവന്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും എന്തിന് പരിശുദ്ധ ദീനിനെ പോലും വിറ്റുകളയുന്ന, പരിശുദ്ധ ദീനിനെ പോലും മറയാക്കുന്നവരുടെ കാലത്തുകൂടെയാ കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹുവിന്റെ സ്വർഗത്തിനെ വെച്ച് പോലും കളിക്കുന്നവരുടെ കാലമാ. എന്റെ പ്രിയപ്പെട്ടവര്, അടുത്തൊരു മനുഷ്യൻ കയറിയിരുന്നിട്ട് മുസ്ലിമിന്റെ പേര് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. അല്ലാഹുവേ, ആ മനുഷ്യനല്ല ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാ. അദ്ദേഹത്തിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കി ആ സ്ഥാനത്തിന് ബഹുമാനിച്ചുകൊണ്ട് പറയുകയാ. ഒരിക്കലും ആ സ്ഥാനത്തിരുന്നിട്ട് പറയേണ്ട കാര്യമല്ല. സ്വന്തം നിലനിൽപ്പുകൾക്ക് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ മുസ്ലിമീങ്ങൾ മാത്രമേ കടക്കുകയുള്ളൂ. എങ്ങനെ കഴിയുന്ന സഹോദര, എങ്ങനെ കഴിയുന്നടോ? 5 നേരം നീ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനല്ലേ, നിസ്കരിക്കുന്നവനല്ലേ, കേറിയിരുന്നിട്ട് മുസ്ലിമിന്റെ പേരും വെച്ചിരുന്നിട്ട് കേറി മൈക്കിന്റെ മുന്നിലിരുന്നിട്ട് ചോദിക്കുകയാ മുസ്ലിമീങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. എന്റെ സഹോദരാ, ഇന്ന് നിന്റെ കൂടെ ആളുണ്ട്, നിനക്ക് കൈയടിക്കാൻ പ്രോത്സാഹനം തരാൻ എല്ലാത്തിനും നിന്റെ കൂടെ ആളുണ്ട്. പക്ഷേ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഖുർആൻ, ആ മനുഷ്യനും വിശ്വസിക്കുന്ന ഖുർആനാ പറയുന്നത്. ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് മലക്കുകൾ കടന്നു വരും. മലക്കുൽ മൗത്ത് അസ്റായീൽ കാണേണ്ട താമസം പിടഞ്ഞു വീഴുമല്ലോ. ആരുമുണ്ടാകില്ല, ആരുമുണ്ടാകില്ല. ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ ചോദിക്കുകയാ, ഇതാ ബലഗതി തറാഖിയ വകീല മൻ റാഖ വമന്ന അന്നഹുൽ ഫിറാഖ വൽതഫത്തി സാഖ് ബിസാഖ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ.
മലാക്ക് അസ്രായിലും അനുയായികളും പറയും, വിളിക്കടാ, കൈയടിച്ചവനെ വിളിക്കടോ, കൂടെ നിന്ന് ജയ് വിളിച്ചവനെ വിളിക്കടോ, അല്ലാഹുവിന്റെ ദീനിന്റെ മുകളിൽ കൈവച്ചവരെ, നിന്റെ കൂടെ കൂടിയവരെ മുഴുവനും വിളിക്കടാ, നിന്നെ കൊണ്ടുപോകാൻ പോകുകയാ, ആരെ വേണമെങ്കിലും വിളിക്കടാ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ നാവുകൊണ്ട് നീ ഒരിക്കലും മറന്നു പോകരുത്. ആരുമാകട്ടെ, അല്ലാഹുവിന്റെ ദീനിന്റെ മുകളില്, ശരീഅത്തിന്റെ മുകളില്, അല്ലാഹുവിന്റെ സ്വർഗത്തിനെ പോലെ ചോദ്യം ചെയ്യുന്ന കാലം കടന്നു വരുമ്പോ എവിടെ പോയാലും പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു ദിവസം പോയി നിൽക്കേണ്ടവനാ. എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സഹോദരാ, മോഹമില്ലേ, മരിക്കുന്ന സമയത്തിൽ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ? ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? ഈ രാത്രിയില്, ഈ ഡിസംബർ 31 രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഉസ്താദേ അസ്തഗ്ഫിറുല്ലാഹ് പറയാ തയ്യാറാ? എനിക്കൊന്നുമില്ലോ, ഈ കാരണം മുന്നിൽ നാണം കെട്ടാലും എനിക്കൊന്നുമില്ലോ, എനിക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണം, എനിക്ക് ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണം. അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തീരുമാനിച്ചവര് അല്ലാഹു തരുന്ന പ്രതിഫലമെന്നറിയോ? അതാ കാലിന്റെ തള്ളത്തിൽ നിന്ന് റൂഹ് പിടിച്ചു, മുട്ടുവരെയെത്തി, അരവരെയെത്തി, നെഞ്ചുവരെയെത്തി, കഴുത്തിന്റെ ഭാഗം വരെയെത്തി, അവസാനം തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ആ റൂഹ് വലിച്ചെടുക്കുന്ന അവസാന സമയമുണ്ടല്ലോ, കൈപൊക്കിയ മനുഷ്യ, നിയ്യത്ത് ചെയ്ത മനുഷ്യ, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ നെറ്റിയിലൊന്ന് നോക്കടാ, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ നെറ്റിയിലേക്ക് നോക്ക്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചിട്ട് മരിക്കാൻ കഴിയും ചെറുപ്പക്കാരാ, തൗബ ചെയ്യുന്നവര്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവര്, നിനക്കത് വായിച്ചിട്ട് മരിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്തെഴുതി വെച്ചിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വായിച്ചിട്ട് പോ. അതിനാടാ മരണം എന്ന് പറയുന്നത്. അങ്ങനെ അന്തസ്സോടെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടുത്തൊരു ചങ്ങാതി കയറി ഇരുന്നിട്ട് ചോദിക്കാം, മുസ്ലിമീങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുന്നത്? എന്താ ആലോചിക്കും. മുസ്ലിമീങ്ങൾ മാത്രമേ പോകത്തുള്ളൂ, ബാക്കിയുള്ളവരൊന്നും പോകത്തില്ല. എവിടെ എത്തിയെന്നറിയോ മനുഷ്യൻ? എവിടെ എത്തിയെന്നറിയോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകണ്ട. ഈ വയലിൽ ലൈവായത് കൊണ്ട് ഞാൻ പറയണില്ല. എന്താണെന്നറിയോ? ഓനാണ് മുസല്ല വിരിച്ചിട്ട് റോഡിൽ നിസ്കരിക്കുന്നത്. ഫോട്ടോ അല്ലാഹു അഅലം, കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറ ചങ്ങാതിമാരെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ ഭൂകമ്പവും ഇടിവെട്ടൊക്കെ ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമുള്ളൂ അല്ലേ? അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, മറ്റൊരു മനുഷ്യൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ അവനുള്ളത് അല്ലാഹു ദുനിയാവി വെച്ചെന്നെ കൊടുക്കും. ഇവിടെ ചോദിക്കണം, അവൻ പോവില്ലേ, ഇവൻ പോവില്ലേ? ഓൻ പോവെന്ന് ആദ്യം നോക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇസ്തിഗ്ഫാർ പറ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നല്ല മരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ പറയുക, അസ്തഗ്ഫിറുല്ലാഹ് പറയുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 രണ്ടെണ്ണം കൂടെ പറയാൻ സമയം ഉണ്ടാവുമോ? നിർത്താറായില്ലേ? 12 മണിക്ക് ദുആ ചെയ്യണ്ടേ? 5 മിനിറ്റ് ലൈറ്റ് അണയ്ക്കുന്ന സമയമല്ലേ അത്? 11:55 മുതൽ ആ 12 ലൈറ്റ് അണയ്ക്കുന്ന സമയം. മുമ്പിൽ നിൽക്കുന്നത് അമ്മയാണെങ്കിലും കയറി പിടിക്കാം. ഇരുട്ടത്തെ എറണാകുളത്തൊക്കെ പോയാൽ, നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്, എറണാകുളത്തൊക്കെ നോക്കി നിന്നോണം, ഇങ്ങനെ നിന്നോണം. ലൈറ്റ് അങ്ങോട്ട് അണയ്ക്കും, പിന്നെ എന്തൊരു 5 മിനിറ്റ് ഒന്നുമില്ല. അവസാനം പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അമ്മയായിരിക്കും മുന്നിൽ നിൽക്കണേ, പെങ്ങളായിരിക്കും. അല്ലാഹു അഅലം. കാലം എവിടെ എത്തി നിൽക്കണം? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.